कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे പഴശ്ശിരാജയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു മഹാശിവക്ഷേത്ര ഭൂമിയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. അതിന് നാം എത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിൽ. കണ്ണൂർ ജില്ലയിലെ കണ്ണവം എന്ന പ്രദേശത്താണ് ഇപ്പോൾ നാം ഉള്ളത്. കണ്ണവത്തിന് ചരിത്രപ്രധാനമായ ഒരു വസ്തുത പറയുവാനുള്ളത് കണ്ണവത്ത് നമ്പ്യാരുടെ സ്മാരകം ഇവിടെ അല്ലെങ്കിൽ ഓർമ്മകൾ ഇവിടെ നിലകൊള്ളുന്നു എന്നതാണ്. പഴശ്ശിരാജയുടെ പടനായകരിൽ പ്രമാണിയായിരുന്നു കണ്ണവത്ത് നമ്പ്യാർ. അദ്ദേഹത്തെ പിടികൂടിയ ബ്രിട്ടീഷ് സർക്കാരാകട്ടെ കണ്ണവത്ത് നമ്പ്യാരെയും 24 വയസ്സ് മാത്രം പ്രായമുള്ള അദ്ദേഹത്തിൻ്റെ മകനെയും അതിക്രൂരമായ രീതിയിൽ തൂക്കിക്കൊല്ലുകയുണ്ടായി. കണ്ണവത്തെ നഗരത്തിൽ തന്നെ കാണുന്നൊരു വലിയ മാവിന് മുകളിൽ തലകീഴായി കെട്ടിത്തൂക്കിയിടുകയും ആ കെട്ടിത്തൂക്കിയ കയർ അറുത്ത് മാറ്റുകയും ഇവരുടെ ശിരസ് താഴേക്ക് വന്ന് അടിക്കുകയും അങ്ങനെ ഓരോ തവണ ഇതുപോലെ ചെയ്ത് ഇഞ്ചിഞ്ചായിട്ടാണ് അവരെ കൊന്നത്. അങ്ങനെ കണ്ണവത്ത് നമ്പ്യാരുടെ സ്മാരകവും അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഓർമ്മകളും ഒക്കെ നിൽക്കുന്ന ഒരു ചെറിയ മാവുമായാണ് കണ്ണവത്തിൻ്റെ നഗരപ്രദേശമുള്ളത്. ആ നഗരപ്രദേശത്തിന് തൊട്ടരികിലായി നമുക്ക് കാണാം ഒരു മഹാക്ഷേത്രത്തിലേക്കുള്ള വഴി സൂചന, ശ്രീ തൊടിക്കളം മഹാദേവ ക്ഷേത്രം. ഒരു പക്ഷേ കേരളത്തിലെ ചുവർ ചിത്രകലകളിൽ ഇത്രയും പഴക്കമുള്ള ചിത്രങ്ങൾ സൂക്ഷിക്കുന്ന മറ്റൊരു ക്ഷേത്രഭൂമി ഉണ്ടാവില്ല എന്ന് ഇവിടുത്തെ ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നതിനോടൊപ്പം സഞ്ചരിക്കുകയാണ് എങ്കിൽ അത്രയ്ക്ക് പഴമയുള്ള ചില കാഴ്ചകൾ കാണുവാനാണ് ഈ ദിവസം നാം തയ്യാറായിരിക്കുന്നത് എന്ന് നമുക്ക് അഭിമാനിക്കാം. തൊടിക്കളം ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലാണ് നാം. ഗ്രാമക്കാഴ്ചകളാണ് എവിടെയും. അതുമാത്രമല്ല വരുന്ന വഴിയാകെ നമുക്ക് കാണുവാനാകുന്ന നിബിഡമായ വനമാണ്. പക്ഷേ തൊടിക്കുളം ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും നഗരത്തിൻ്റെ സ്വഭാവം ചെറുതായി ഗ്രാമം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ സ്വഭാവം കാണുവാനാകും. ഇനി ബാക്കി കാഴ്ചകൾ തൊടിക്കളം മഹാദേവ ക്ഷേത്രത്തിന് മുന്നിൽ. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ. ആഹാരത്തിൽ നിയന്ത്രണമില്ലാതെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയില്ല. ഭക്ഷണം ആരോഗ്യം നിലനിർത്താനായിരിക്കണം. നാക്കിൻ്റെ രുചിക്ക് വേണ്ടിയാകരുത്. നാക്കിൻ്റെ രുചി വിടാതെ ഹൃദയത്തിൻ്റെ രുചി അറിയാൻ സാധിക്കില്ല. ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയുടെ വാക്കുകളിലൂടെ
ഹൃദയത്തിൻ്റെ രുചി അറിയുവാൻ നമുക്കാകട്ടെ. പ്രപഞ്ചശക്തികളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രദർശനം ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കുന്നു, മനസ്സിനെ നിർമ്മലമാക്കുന്നു. ഓരോ ദേശത്തിന്റെയും സംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും അടിത്തറയാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രാചാരങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അറിഞ്ഞുകൊണ്ട് പുണ്യവീഥികളിലൂടെ ഒരു പ്രദക്ഷിണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് പ്രദക്ഷിണം. ഇത് തൊടിക്കളം ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളം, അതായത് ക്ഷേത്രഭൂമിയിൽ നാം എത്തിയെന്ന് സാരം. തുടക്കത്തിലേ തന്നെ നാം പറഞ്ഞു, കണ്ണവം എന്ന ദേശത്തെത്തിയപ്പോൾ പഴശ്ശിരാജയുടെ ഓർമ്മകളാണ് ഇവിടെ ഉള്ളത് എന്ന്. പക്ഷേ ഇവിടെ ഈ ക്ഷേത്രക്കുളത്തിന് മുന്നിലൂടെ എത്തുമ്പോൾ പഴശ്ശിരാജയുടെ സ്മൃതിയുള്ള മറ്റൊരു ക്ഷേത്രഭൂമി ഓർക്കാതിരിക്കാനാകുന്നില്ല. അതും കണ്ണൂരിൻ്റെ ഭാഗമായ ക്ഷേത്രഭൂമി തന്നെയാണ്. കോട്ടയം തൃക്കൈക്കുന്ന് ക്ഷേത്രം. കണ്ണൂരിൻ്റെ ഭാഗമായ ഈ ക്ഷേത്രഭൂമിക്ക് മുന്നിലെ ക്ഷേത്രക്കുളത്തിന് മുന്നിൽ നിന്ന് നാം ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ ദൂരെ എവിടെ നിന്നോ കോമരങ്ങൾ വന്നു. ആ കോമരങ്ങൾക്കൊപ്പം പിന്നെ നാം അറിഞ്ഞത് ചരിത്രവും വിശ്വാസവും മഹനീയമായൊരു ക്ഷേത്രഭൂമിയുമായിരുന്നു. ഇന്നിതാ തൊടിക്കുളത്തെ മഹാദേവ ക്ഷേത്രഭൂമിയിലെ പടവുകൾ കയറുന്നതിന് മുൻപ് ക്ഷേത്രക്കുളത്തിലെത്തുമ്പോൾ നാം ഓർക്കേണ്ടത് തൃക്കൈക്കുന്ന് ക്ഷേത്രത്തിൻ്റെ ആ ചരിത്രവും വിശ്വാസവും തന്നെ. കോട്ടയം തൃക്കൈക്കുന്ന് ക്ഷേത്രത്തിലെ വിശ്വാസങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ഷേത്രഭൂമിയിലേക്ക് നാം എത്തിയപ്പോൾ, അതും കണ്ണൂർ ജില്ലയുടെ ഭാഗമായി തന്നെയുള്ള ഒരു ക്ഷേത്രഭൂമിയിലെത്തിയപ്പോൾ നമ്മെ ആദ്യം സ്വാഗതം ചെയ്തത് പഴശ്ശിരാജയുടെ ഒരു ഓർമ്മരൂപം തന്നെയാണ്, ഒരു ശില്പം. അവിടെ നിന്ന് പിന്നീട് ഒരു ചെറിയ ഗോപുരം കടന്ന് അകത്തേക്ക് എത്തിയപ്പോൾ നാം അറിഞ്ഞതു അതിശ്രേഷ്ഠമായൊരു ക്ഷേത്ര സംസ്കാരത്തെ, മൃദംഗ ശൈലീശ്വരി ക്ഷേത്രം. ഒരു പക്ഷേ ആട്ടക്കഥയ്ക്ക് കേരളത്തിൽ രൂപം കൊള്ളുവാൻ ഇടയായ ഒരു ആട്ടക്കഥയുടെ ചരിത്രവും അതുപോലെ തന്നെ ജ്ഞാനത്തിൻ്റെ ഉറവകൾ പകർന്നു തരുന്നൊരു കുമാരധാരയും ഒക്കെ മൃദംഗശൈലീശ്വരം ക്ഷേത്രത്തിൽ നാം കണ്ടു. ഇവിടെ ഇതാ വീണ്ടും ഒരിക്കൽ കൂടി ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷമായ അവസ്ഥകളെ നാം തൊടിക്കുളം ക്ഷേത്രത്തിൻ്റെ വിശേഷമായ അവസ്ഥകളെ അറിയുന്നതിന് മുൻപ് മൃദംഗശൈലീശ്വരം ക്ഷേത്രഭൂമിയിൽ കൂടി ഒന്നെത്തുന്നു. ആ ദേവതയ്ക്ക് മുൻപ്, കലാദേവതയ്ക്ക് മുൻപ് വന്ദിച്ചിട്ടാകാം ഇനി ബാക്കിയുള്ള യാത്ര. ലോചനത്രയ സംയുക്താം പൂർണേന്ദു സദൃശാനനാം. ജിതേന്ദ്രിയൻ എന്നൊരു പദം ഉണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഈ വാക്കുകളൊക്കെ പറയാറുണ്ട്. അയാളൊരു ജിതേന്ദ്രിയനാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ വാക്കിൻ്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് അത്രയൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. ഏതൊരു വാക്കിൻ്റെയും അർത്ഥം ഏതൊക്കെ റേഞ്ചിൽ പോകുന്നുവെന്ന് നമ്മുടെ ചിന്തയുടെ മണ്ഡലത്തിൽ വരുന്നില്ല. വ്യാപ്തി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒരു വ്യക്തി മരിക്കുമ്പോൾ വ്യാപ്തി നേടുകയാണ് ചെയ്യുന്നത്. അതുവരെ ഒരിടത്ത് മാത്രം ഒതുങ്ങി നിന്നു. പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടാണല്ലോ ശരീരം ഉണ്ടാക്കിയത്. ആൾ മരിച്ചപ്പോൾ ആകാശ തത്വവും അഗ്നി തത്വവും വായു തത്വവും ഹൈ ഫ്രീക്വൻസി ഫേസ് ആയതുകൊണ്ട് അതുകൊണ്ടാണ് ത്രികോണാകൃതിയിൽ എന്ന് പറയുന്നത് മാറി നിന്നു. ശവസംസ്കാരത്തിന് ഭൂമി തത്വവും ജലതത്വവും മാത്രമേ അവിടെ ഉള്ളൂ. അപ്പം എന്തായി? ബാക്കിയുള്ളത് വ്യാപ്തി നേടി.
മരണത്തോടുകൂടി ഏതൊരു വ്യക്തിയും വ്യാപ്തി നേടുന്നു. ആ കാരണം കൊണ്ടാണ് ഡെഡ് ബോഡിയെ ബഹുമാനിക്കണമെന്ന് പറയുന്നത്. കാരണം ആ വ്യക്തിയുടെ ആത്മാവ് വ്യാപ്തി നേടുകയാണ്. അതുപോലെ ജിതേന്ദ്രിയൻ എന്ന അവസ്ഥ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക മാത്രമല്ല, കീഴടക്കലാണ്. ഇന്ദ്രിയങ്ങളെ മുഴുവൻ അവനവൻ്റെ വിരൽത്തുമ്പിൽ നിർത്തും മാതിരി നിയന്ത്രിച്ച് നിർത്തുന്ന അവസ്ഥയാണ് ജിതേന്ദ്രിയത്വം. ഇത് പറയുന്ന പോലെ എളുപ്പം അല്ല. നാക്കിൻ്റെ അറ്റത്ത് പഞ്ചസാര വെച്ചിട്ട് സലൈവ ഉമിനീര് വരാൻ പാടില്ല, പറ്റുമോ? എളുപ്പമല്ല കാര്യം. കണ്ണിൻ്റെ മുമ്പിൽ കാണുമ്പോൾ ഒരു ടെംപ്റ്റേഷനും ഉണ്ടാക്കരുത്. യാതൊരു ടെംപ്റ്റേഷനും ഉണ്ടാക്കരുത്. ഇതിൻ്റെ അർത്ഥം ഒന്നിനോട് സ്നേഹമില്ലാതിരിക്കുക എന്നുമല്ല. ഒന്നിനോട് സ്നേഹമില്ലാത്തവർക്ക് അയാളെ ഒന്നും ബാധിക്കുന്നില്ല. അങ്ങനെ ഒന്നിനോട് സ്നേഹമില്ലാത്ത ആളല്ല ആ വ്യക്തി. ഇവരോട് സ്നേഹമില്ലാതല്ലോ. ആ വ്യക്തി ജിതേന്ദ്രിയനൊന്നും അല്ല. വേറെ ചിലരെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ജിതേന്ദ്രിയ ഭാവത്തിലേക്ക് എത്താനായിട്ട് ഒരു രാജകുമാരൻ ഗുരുനാഥൻ്റെ അടുത്ത് എത്തി. നല്ല രാജാവ് ജിതേന്ദ്രിയൻ ആകണം. അതുകൊണ്ടാണ് ഏത് രാജാക്കും ഒടുവിൽ അശ്വമേധയാഗം നടത്തിയിട്ടുണ്ട്. നമ്മളും അശ്വമേധയാഗം നടത്തണം. ഇന്ദ്രിയങ്ങളായ കുതിരകളെ അങ്ങോട്ട് അഴിച്ചുവിട്ട് ഇതിനെ ആര് പിടിച്ചു കെട്ടും എന്ന് ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇതിൽ ഒന്നും ടെംപ്റ്റേഷൻ അല്ലാതെ വരണം. അതൊരു ടെംപ്റ്റേഷൻ ആവരുത്. ഇതാണ് കാര്യം. അതിനോട് വെറുപ്പ് എന്നുള്ളത് അല്ല. അപ്പം രാജാവ് ജിതേന്ദ്രനായാൽ എന്താണ്? ശിക്ഷ വിധിക്കുന്നത് വിരോധം കൊണ്ടല്ല, വിധിക്കുന്ന ശിക്ഷ കറക്റ്റായിരിക്കും. ജനങ്ങളോട് സ്നേഹമുണ്ടാവും. സ്നേഹം കാണിക്കേണ്ട അവസരത്തിൽ. ഇതൊരു വല്ലാത്ത അവസ്ഥ ആണ്. അങ്ങനെ ഈ രാജകുമാരൻ മിടുക്കനാണ്. ജിതേന്ദ്രിയൻ ആണ് എന്ന പട്ടം കൊടുക്കുന്നതിന് മുമ്പേ ഗുരു പറഞ്ഞു, ഞാൻ രാജാവിനെയും രാജ്ഞപത്നിയും, അതായത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു പോയി. പഴയ കാലമാണല്ലോ, എത്രയോ ദൂരം നടന്ന് അവിടെ എത്തി. അവരോട് മകനെക്കുറിച്ച് പ്രശംസിച്ച് പറഞ്ഞു. ജിതേന്ദ്രിയ പട്ടം കൊടുക്കാൻ പോവുകയാണെന്നുള്ള സന്തോഷ വാർത്ത പറഞ്ഞു. എത്രയോ ദിവസം വനത്തിലൂടെ നടന്ന് ഗുരു ആശ്രമത്തിലെത്തി. രാജകുമാരനെ കണ്ടതും ഗുരു കരഞ്ഞു. എന്താന്ന് വെച്ചു. ഒരു ദുഃഖവാർത്ത പറയാനുണ്ടെന്നോ. ഗുരുനാഥ, എനിക്ക് ദുഃഖവുമില്ല സുഖവുമില്ല, സുഖവാർത്തയില്ല, പിന്നെ എന്താണ് അങ്ങ് ദുഃഖവാർത്ത എന്ന് പറയുന്നത്? രാജകുമാര, അങ്ങയുടെ പിതാവ് മരിച്ചുപോയി. നുണയാണ് പറയണത്. ഇതാണോ ഇത്ര വലിയ കാര്യം? മരിച്ചാലും ജീവിച്ചിരുന്നാലും അദ്ദേഹത്തിനോട് എനിക്ക് വാത്സല്യമുണ്ട്. മനുഷ്യനാണെങ്കിൽ മരണം ഉണ്ടാവുമല്ലോ. പിന്നെന്തുണ്ട് വർത്തമാനം? അങ്ങയുടെ അമ്മയും മരിച്ചുപോയി. രണ്ടാമത്തെ നുണ. ഇത്രയേ ഉള്ളൂ. ഒരു ഭാവവ്യത്യാസവും ഈ രാജകുമാരന് ഉണ്ടായില്ല.
ഗുരുവിനെ അത്ഭുതപ്പെടുത്തി. ഒരു പക്ഷേ ഗുരുവിന് ഇത്രയും വലിയ റേഞ്ചിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് ക്ഷമാപൂർവം പറഞ്ഞു, കള്ളം പറഞ്ഞതിന് കുട്ടി ക്ഷമിക്കണം, രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്. മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഇല്ല, പുഞ്ചിരി മാത്രം. ആദ്യത്തെ പുഞ്ചിരി തന്നെ ഇപ്പോഴും. ഇതാണ് ജിതേന്ദ്രിയം. നമ്മുടെ പുരാണങ്ങളിൽ അനവധി ജിതേന്ദ്രിയന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ കൗതുകകരമാണ് എന്ന് പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. രാമായണ പുണ്യം വിതറുന്ന കർക്കിടക മാസ സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കാൻ രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ലൗകിക ജീവിതത്തിൽ രാമായണത്തിന്റെ പ്രസക്തി, രാമായണ വിചാരവുമായി പ്രശസ്ത നോവലിസ്റ്റും ചിന്തകനുമായ ശ്രീ സി രാധാകൃഷ്ണൻ. സകലാഭീഷ്ട സിദ്ധിയാണ് രാമായണത്തിൻ്റെ ഫലശ്രുതി. നമ്മുടെ എല്ലാ അഭീഷ്ടങ്ങളും രാമായണ പാരായണത്തിലൂടെ സാധിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കർക്കിടക സന്ധ്യകളെ വിശുദ്ധമാക്കാൻ രാമായണ മാസ പ്രത്യേക സന്ധ്യാദീപം ദിവസവും വൈകുന്നേരം 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. രണ്ട് മഹത്തരമായ ക്ഷേത്രഭൂമികൾ കണ്ടു കഴിഞ്ഞു. തൊടിക്കുളം ക്ഷേത്രഭൂമിയിലേക്ക് വീണ്ടും നാം യാത്ര നടത്തുമ്പോൾ ക്ഷേത്രക്കുളം കഴിഞ്ഞാൽ പിന്നീട് ശരിക്കും ഒരു വനത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്ന വഴികളിലൂടെ വേണം ക്ഷേത്രത്തെ അന്വേഷിച്ച് നമുക്ക് നടക്കുവാൻ. ഈ വനത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എവിടെയോ വണ്ടുകൾ മൂളുന്നുണ്ട്, കടന്നൽ കൂട് അനങ്ങുന്നുണ്ട്. എന്തുകൊണ്ടാണിത് പറഞ്ഞതെന്നല്ലേ, പഴശ്ശിരാജയുടെ ചരിത്രം അറിയുന്നവർക്കറിയാം. ഇങ്ങനൊരു മൂളൽ, കടന്നൽ കൂട് അനങ്ങിയതുപോലൊരു മൂളലും കൊണ്ട് പഴശ്ശിരാജയുടെ കുതിര പാഞ്ഞു പോകുന്ന വേളയിൽ ഈ ദേശത്തുള്ളവരെല്ലാം, അന്ന് കാലത്ത് പഴശ്ശിരാജയുടെ അനുഭാവികളായിരുന്നവരെല്ലാം പഴശ്ശിരാജയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന്, ചിലപ്പോൾ ഭക്ഷണം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് കുടിക്കുവാനുള്ള ജലം, അതല്ലെങ്കിൽ ആയുധങ്ങൾ, അതല്ലെങ്കിൽ സന്ദേശങ്ങൾ, ഇതൊക്കെയും തങ്ങളുടെ വീടിൻ്റെ പടിപ്പുരയിൽ കൊണ്ടുവന്ന് വെക്കുമായിരുന്നു അത്രേ. രാത്രി ഏതെങ്കിലും കാലത്ത് പഴശ്ശിരാജ അതുവഴി പോകുമ്പോൾ വിശന്ന് പോകാൻ പാടില്ല എന്നവർ തീരുമാനിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം ഒളിച്ചു നടന്നിരുന്ന കാലത്ത്, ഒളിവിൽ പാർത്തിരുന്ന കാലത്താണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ ചരിത്രം നമുക്ക് വ്യക്തമായി പറയുവാനായത് പുരളിമലയിൽ വെച്ചാണ്. വലിയ ശിവലിംഗം കുടികൊള്ളുന്ന പുരളിമല ഇന്നും ആ ഒളി സങ്കേതത്തിൻ്റെ ചരിത്രമാണ് സൂക്ഷിക്കുന്നത്. പുരളിമലയുടെ ഈ കാഴ്ച കൂടി കണ്ടു കഴിയുമ്പോൾ ഈ ദിവസം നാം പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട 3 സ്മാരകങ്ങളിലേക്കും 2 ക്ഷേത്രപ്രദേശങ്ങളിലേക്കുമാണ് പോയത്. കോട്ടയം തൃക്കൈക്കുന്ന് ക്ഷേത്രം, മൃദംഗശൈലീശ്വര ക്ഷേത്രം, പുരളിമല. അതിനൊടുവിൽ ഇപ്പോൾ നാം ഇതാ ഈ ഒരു ക്ഷേത്രഭൂമിയിൽ എത്തുമ്പോൾ, ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുഴുവൻ വിശേഷങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ തൊടിക്കുളം ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം നാം അറിയുന്നതും അങ്ങനെ തന്നെയാണ്. കോട്ടയം രാജാക്കന്മാരാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം. ഒരുപക്ഷെ കേരളത്തിൽ ചുവർച്ചിത്രകലകളിൽ ഇത്ര മഹനീയമായ സ്ഥാനം കൊടുക്കുവാൻ മറ്റൊരു ക്ഷേത്രത്തിനാകുമോ എന്ന് സംശയിക്കേണ്ടി കൂടിയുള്ള ഒരു ക്ഷേത്രഭൂമി. പഴശ്ശിരാജയുടെ ഒളിസങ്കേതങ്ങൾ ഒന്ന് തന്നെയാണ് തൊടിക്കുളം മഹാദേവ ക്ഷേത്രവും. ഇവിടെ ഈ ക്ഷേത്രഭൂമിയിൽ ഒളിസങ്കേതമായിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർക്ക് അതിൻ്റെ അറിവ് കിട്ടിയെന്ന് പഴശ്ശിരാജ മനസ്സിലാക്കുകയും അവരിവിടെ എത്തി ക്ഷേത്രം നശിപ്പിക്കാതിരിക്കാനായി അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പാർത്തു എന്നുമാണ് ഒരു ചരിത്രം പറയുന്നത്. എന്നാൽ മറ്റൊരു ചരിത്രം പറയുന്നത് പഴശ്ശിരാജയെ അന്വേഷിച്ച് ഇവിടേക്ക് എത്തിയ ബ്രിട്ടീഷുകാർ ക്ഷേത്രം നശിപ്പിക്കുവാൻ ശ്രമിച്ചു എന്നും, പക്ഷേ ഇവിടുത്തെ ചുവർ ചിത്രങ്ങളുടെ ആ ഒരു ജീവൻ തുടിക്കുന്ന ഭാവം കണ്ട്
ക്ഷേത്രം നശിപ്പിക്കാതെ പോവുകയുമാണ് അത്രയും ഉണ്ടായത്. എന്നാൽ വന്ന വഴിക്ക് ചില നാശനഷ്ടങ്ങൾ വരുത്തിയെന്നും ആ ഭാവങ്ങളിലാണ് ഇപ്പോൾ ക്ഷേത്രം കാണുന്നതെന്നും അറിയപ്പെടുന്നു. അങ്ങനെ ചരിത്രം പറയുമ്പോൾ 2000 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ മഹനീയമായ ഏറ്റവും പുണ്യമായ ദർശനമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ മനുഷ്യജന്മത്തിൽ അപൂർവമായി മാത്രം ലഭിക്കുന്ന ദർശന സൗഭാഗ്യമാണ് ഈ ക്ഷേത്രഭൂമിയിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് ഈ ഒരൊറ്റ കാഴ്ചയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. തൊടിക്കളത്തെ വലിയ ബലിക്കലിനെ ആദ്യം വന്ദിച്ചാണ് നാം അകത്തേക്ക് പോകേണ്ടത്. അങ്ങനെ വന്ദിക്കുവാൻ നിൽക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു 2 തട്ടുകളുള്ള പ്രത്യേകിച്ചുള്ള ബലിക്കൽ, അതായത് കരിങ്കല്ലിലല്ല, പ്രത്യേകിച്ചുള്ള കണ്ണൂർ ജില്ലയുടെ അല്ലെങ്കിൽ മലബാറിൻ്റെ ഭാഗമായ ഒരു മലബാറിൻ്റെ സംസ്കാരത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യേകിച്ചുള്ള കല്ലിന് മുകളിലാണ് ബലിക്കല്ല് നിലകൊള്ളുന്നത്. ആ ബലിക്കല്ലാകട്ടെ ഏറ്റവും മുകൾ ഭാഗത്തെ പത്മം പൊട്ടിയ രീതിയിലാണ് കാണുന്നത്. കാലപ്പഴക്കം കൊണ്ടാണ് ഇങ്ങനെ പൊട്ടിയിരിക്കുന്നതെന്നാണ് ആദ്യം കരുതിയത്. എങ്കിലും തൊട്ടരികിലുള്ളൊരു വലിയ ചെമ്പകവൃക്ഷം, ഏറെ വർഷം പഴക്കമുള്ള പൊൻചെമ്പകം എന്ന പേരുള്ള ചെമ്പകവൃക്ഷം ഒരിക്കൽ ഒടിഞ്ഞു വീണാണ് ഇങ്ങനെ ബലിക്കൽ പൊട്ടിയതെന്ന് പിന്നീട് അറിയാനായി. ഈ പൊൻചെമ്പകത്തെക്കുറിച്ച് പറയാനൊരു കാര്യമുണ്ട്. ധാരാളം ദാരുവിഗ്രഹങ്ങളും അതായത് തടിയിൽ തീർത്ത പണികളുമുള്ള ക്ഷേത്രഭൂമിയാണിത്. ക്ഷേത്രം നിർമ്മിക്കുന്ന കാലത്ത് തന്നെ പിന്നീട് ഒരു കാലത്തും വണ്ടുകൾ, ഇതൊരു വനത്തിന് നടുവിൽ നിലകൊള്ളുന്ന ക്ഷേത്രമായതുകൊണ്ട് തന്നെ വണ്ടുകൾ വന്ന് തടി തുരക്കാതിരിക്കുവാൻ വേണ്ടിയാണത്രേ ഈ ചെമ്പകം ഇവിടെ നിലകൊള്ളുന്നത്. ചെമ്പകത്തിൽ എല്ലാ വർഷവും എല്ലാ ദിവസവും ഒരു പൂവെങ്കിലും ഉണ്ടാകും. അപ്പോൾ ഇവിടേക്ക് എത്തുന്ന വണ്ടുകൾ ക്ഷേത്രഭൂമിയിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ചെമ്പകത്തിലേക്ക് ആകർഷിച്ചു കൊള്ളുമത്രേ. അങ്ങനെ ഒരു ബുദ്ധിപൂർവമായ ഉണർവാണ് ഈ ചെമ്പകത്തിന് പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ പൊൻചെമ്പകം എന്ന് വിശേഷിപ്പിക്കുന്നത്. പൊൻചെമ്പകം കണ്ട്, ബലിക്കല്ല് കണ്ട്, കാലപ്പഴക്കമുള്ള ബലിക്കല്ല് കണ്ട്, ക്ഷേത്രഭൂമിയെക്കുറിച്ചുള്ള എല്ലാ സൂചനകളും, അതിൻ്റെ പഴക്കത്തെക്കുറിച്ചുള്ള എല്ലാ സൂചനകളെയും മനസ്സിലാക്കിക്കൊണ്ടാണ് നാം ക്ഷേത്രത്തിനകത്തേക്ക്, നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങുന്നത്. കാലപ്പഴക്കം കൊണ്ടോ വിദേശ ആക്രമണം കൊണ്ടോ നശിച്ച അവസ്ഥയിൽ കാണുന്ന, അല്ലെങ്കിൽ പല കല്ലുകളും അടർന്നു വീണുപോയ അവസ്ഥയിൽ കാണുന്ന ക്ഷേത്രഭൂമി, അതാണ് തൊടിക്കളത്തെ ഈ ശിവക്ഷേത്രഭൂമി. ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഏകദേശ ചരിത്രം ഒന്ന് പറഞ്ഞു നോക്കാം. കൊങ്ങ് ചേരന്മാർ സ്ഥാപിച്ച് പുറകിഴാനാട്, ആ നാടാണ് പിന്നീട് കോട്ടയമായി മാറിയത്, കോട്ടയം രാജാക്കന്മാരുടെ ആസ്ഥാനമായി മാറിയത്. കോട്ടയം രാജാവായ ഹരിശ്ചന്ദ്ര രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അല്ലെങ്കിൽ അദ്ദേഹം തികഞ്ഞൊരു ശിവഭക്തനായിരുന്നു. അദ്ദേഹത്തിന് ശിവദർശനം പോലും ലഭിക്കുകയുണ്ടായി എന്നാണ് വിശ്വാസം. അങ്ങനെ ശിവദർശനം ലഭിക്കുകയും അദ്ദേഹത്തിൻ്റെ തപസ്സിൽ പ്രീതനായ ഭഗവാൻ തന്നെ നേരിട്ട് അദ്ദേഹത്തിന് ശിവലിംഗം സമ്മാനിക്കുകയും ചെയ്തു അത്രേ. ആ ശിവലിംഗമാണ് ഇന്നിവിടെ ഈ ക്ഷേത്രഭൂമിയിൽ കുടികൊള്ളുന്ന ശിവലിംഗം. ഇത് പറഞ്ഞുകൊണ്ട് നാം ഈ ക്ഷേത്രഭൂമിയിൽ എത്തുമ്പോൾ തൊടിക്കുളം ക്ഷേത്രത്തിൽ പണ്ട് ഹരിശ്ചന്ദ്ര രാജാവ് പണികഴിപ്പിച്ച കാലത്തും അതിനുശേഷവുമൊക്കെ പ്രസിദ്ധി ആർജിച്ച് നിന്ന്, അല്ലെങ്കിൽ മേന്മയോടുകൂടി നിന്നിരുന്ന കാലത്തെ കൂത്തമ്പലത്തിന് മുന്നിലാണ് നാം നിൽക്കുന്നത്. കാലപ്പഴക്കം കൊണ്ട് നമുക്ക് കൂത്തമ്പലം വേർതിരിച്ച് കാണുവാനാകുന്നില്ല എങ്കിലും കെട്ടുമട്ടും ഉണ്ടായിരുന്നുവെന്നും, മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ കെട്ടുമട്ടും ഇവിടെ ഉണ്ടായിരുന്നുവെന്നും, ഹോമപ്പുരയും പാട്ടമ്പലവും പ്രത്യേകിച്ചുണ്ടായിരുന്നുവെന്നും മനസ്സിലാക്കുവാനാകുന്നു ഇവിടേക്ക് എത്തുമ്പോൾ. ഈ നാമാവശേഷമായി നിൽക്കുന്ന കൂത്തമ്പലം ഇനിയൊരു കാലത്ത് പുനർജീവൻ വെച്ചാലും, പക്ഷേ അത് പഴയതിൻ്റെ ആ പെരുമയോടുകൂടി, ആ പഴയ കാലത്തിൻ്റെ അങ്ങനെയുള്ളൊരു ഭാവത്തോടു കൂടി തന്നെ നിൽക്കുന്നതാണ് ഓരോ കാഴ്ചക്കാർക്കും, ചരിത്ര ഗവേഷകർക്കും വിശ്വാസികൾക്കുമൊക്കെ ഒരു ഊർജ്ജം പകർന്നു തരുവാൻ കാരണമായി മാറുന്നത്. പുതു കാഴ്ചകളിലേക്ക് നടക്കേണ്ടത്, അല്ലെങ്കിൽ പുതുമയുള്ള കാഴ്ചകളിലേക്ക് നടക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഗാംഭീര്യം, അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ആ പഴമ നൽകുന്ന സുഖം ഒക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം. ഹരിശ്ചന്ദ്ര രാജാവിന് ശിവദർശനം ലഭിച്ച ആ ഒരു സങ്കല്പത്തിലേക്കാണ് ഇനി നാം കടക്കുന്നത്. ഹരിശ്ചന്ദ്ര രാജാവിന് മഹാദേവൻ ശിവലിംഗം സമ്മാനിച്ചപ്പോൾ മറ്റൊരു നിർദ്ദേശം കൂടി നൽകിയിരുന്നു. ഭൂമിയിൽ നീ ഇതുമായി സഞ്ചരിക്കുന്ന വേളയിൽ എവിടെയാണോ എൻ്റെ രൂപം കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ സ്വാധീനവും ചൈതന്യവും കാണുന്നത്, അവിടെ ഈ ശിവലിംഗം പ്രതിഷ്ഠിച്ചു കൊള്ളുക എന്നായിരുന്നു ആ നിർദ്ദേശം. അതനുസരിച്ച് ഹരിശ്ചന്ദ്ര രാജാവ് ഈ ഭൂമിയിൽ പല പ്രദേശങ്ങളിലും തീർത്ഥയാത്ര നടത്തിയത്രേ. തീർത്ഥയാത്ര നടത്തുന്ന വേളയിൽ ഒരിക്കൽ ഈ കണ്ണയം പ്രദേശത്തേക്ക് എത്തുകയും ഇവിടെ കുന്നിന് മുകളിൽ ഒരു ചുടലക്കളത്തിൽ താണ്ഡവ നൃത്തമാടുന്ന നടരാജനെ കാണുകയും ചെയ്തു.
ഭഗവാന്റെ രൂപം ദർശിച്ച മാത്രയിൽ തന്നെ ഇവിടെയാണ് ക്ഷേത്രം ഉണ്ടായി വരേണ്ടത് എന്ന് മനസ്സിലാക്കുകയും ആ ചുടലക്കളത്തിൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ചുടലക്കളം കാലക്രമത്തിൽ ഉച്ചരിച്ചുച്ചരിച്ച് തൊടിക്കളമായി മാറിയതാണ്. അങ്ങനെയാണ് ഈ ക്ഷേത്രഭൂമിക്ക് നാമമുണ്ടായത് തന്നെ. ഹരിശ്ചന്ദ്ര രാജാവിൻ്റെ ആ തപസ്സിൻ്റെ ഭക്തിയുടെയൊക്കെ സൂചനയായി ഭഗവാൻ തന്നെ നൽകിയ ശിവലിംഗം കുടികൊള്ളുന്ന ക്ഷേത്രഭൂമി പണ്ടൊരു ചുടലക്കളമായിരുന്നു എന്ന് കൂടി നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ മൃത്യുവിൻ്റെ ഭയവും മൃത്യു എന്ന ആ ഒരു ചിന്തയും ഒക്കെ ഒഴിവാക്കുവാൻ ഏറ്റവും ഉചിതമായ മൃത്യുഞ്ജയ ഹോമം നടത്തുവാൻ ഏറ്റവും ഉചിതമായ ഒരു ക്ഷേത്രഭൂമിയാണിത്. ഇവിടെ നടത്തുന്ന മൃത്യുഞ്ജയ ഹോമത്തിന് ദീർഘായുസ് ലഭിക്കുവാൻ ഏറ്റവും നല്ല വഴിയും ഏറ്റവും നല്ല മുക്തിദായകമായ വഴിയും കൂടിയായി മാറുന്നു ഇവിടുത്തെ ആ മൃത്യുഞ്ജയ ഹോമം. ചുവർ ചിത്രങ്ങളും ശില്പങ്ങളും കൊണ്ട് വിശ്വപ്രസിദ്ധി ആർജിച്ച തൊടിക്കുളം ക്ഷേത്രഭൂമി. ക്ഷേത്രഭൂമിയുടെ കാലപ്പഴക്കത്തെക്കുറിച്ചും ക്ഷേത്രമുണ്ടായ ഐതിഹ്യത്തെക്കുറിച്ചുമാണ് നാം പറഞ്ഞത്. എന്നാൽ കാലപ്പഴക്കത്തിൻ്റെ സൂചന നൽകുന്ന മറ്റൊരു കാഴ്ച നമുക്ക് മുന്നിലുണ്ട്. അത് നമസ്കാര മണ്ഡപത്തിൽ കുടികൊള്ളുന്ന നന്ദികേശ്വര രൂപമാണ്. നന്ദികേശ്വര രൂപം കാലപ്പഴക്കം കൊണ്ട്, അതായത് ശില തന്നെ തേഞ്ഞ് രൂപം മാറിയിരിക്കുന്നത്. ഈ ഒരൊറ്റ കാഴ്ച കൊണ്ട് നമുക്കറിയാം ഈ ക്ഷേത്രത്തിന് എത്രത്തോളം പഴക്കമുണ്ട് എന്ന്. ഇവിടെ ശിവലിംഗം പ്രതിഷ്ഠിച്ച അതേ കാലത്ത് തന്നെയാണ് നന്ദികേശ്വര വിഗ്രഹം പ്രതിഷ്ഠിച്ചതെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഈ നന്ദികേശ്വര ഭാവത്തിലേക്ക് നോക്കുമ്പോൾ ഏറെ ഭാവവും തേഞ്ഞു പോയിരിക്കുന്നുവെങ്കിലും മുഖം നമ്മുടെ നേർക്ക് ദൃഷ്ടി അർപ്പിച്ചിരിക്കുന്നത് പോലെ, എന്നാൽ ഭഗവാനെങ്കിൽ വിനയപൂർവ്വം സമർപ്പിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. അതുകൊണ്ട് കാലപ്പഴക്കമുണ്ട് എങ്കിലും പൂർണ്ണമായൊരു നന്ദികേശ്വര രൂപ വിഗ്രഹം നാം മറ്റു ക്ഷേത്രങ്ങളിൽ കാണുന്നതിന് സമാനമായ ദിവ്യത്വം തന്നെയാണ്, അല്ലെങ്കിൽ ചൈതന്യം തന്നെയാണ് ഇവിടെയുള്ളത് എന്ന് മനസ്സിലാക്കാം. ഓം നമോ ഹിരണ്യവാഹവേ ഹിരണ്യവർണായ ഹിരണ്യരൂപായ ഹിരണ്യപതയേ അംബികാപതയ ഉമാപതയേ പശുപതയേ നമോ നമഃ. മഹാക്ഷേത്രഭൂമിയുടെ സോപാനത്തിനരികിൽ നിൽക്കുമ്പോൾ ശിലകൾ തന്നെ വിസ്മയമായി മാറുകയാണ്. ആ വിസ്മയ കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സോപാനത്തിന് ഒരു വശത്തായി ഒരു ചെറിയ ശില നമുക്ക് കാണാനായി. ഇവിടെയാണ് അത്രേ പണ്ട് പ്രസാദം തൂകിയിരുന്നത്. അതായത് പ്രസാദം ആരുടെയും കയ്യിൽ കൊടുക്കുമായിരുന്നില്ല. പൂജ കഴിഞ്ഞ് വരുന്ന പ്രസാദം ഇവിടെ വയ്ക്കുകയും ആ പ്രസാദം വേണ്ടുന്ന ഭക്തർ ഇവിടെ വന്ന് എടുക്കുകയുമാണ് അത്രേ ചെയ്തിരുന്നത്. ഈ ശില കണ്ടിട്ട് പിന്നീട് നാം സോപാനത്തിലേക്ക് നോക്കുമ്പോൾ സോപാനത്തിൻ്റെ ആ ഒരു മാതൃകയാകെ വായ് തുറന്നു നിൽക്കുന്ന വ്യാളി രൂപം, സിംഹസമാനമായ വ്യാളി രൂപവും ആ വ്യാളി രൂപത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വലിയ ശിലയിൽ, അതിൻ്റെ നാവ് പോലെ പുറത്തേക്ക് വന്നിരിക്കുന്ന ശിലയിൽ കാണുന്നത് ഒരു ആനയുടെ മസ്തകം ഉയർത്തി നിൽക്കുന്ന എല്ലാ തരത്തിലും എടുപ്പുള്ള ഒരു ആനയുടെ മുഴുവൻ രൂപവുമാണ്. ഇതും സോപാനത്തിൻ്റെ ഒരു സവിശേഷ കാഴ്ചയായി നമുക്ക് പറയാം. ഈ ക്ഷേത്രഭൂവിലെത്തി പഴമയുള്ള ബലിക്കല്ല് കണ്ട് പഴമയുള്ള ക്ഷേത്രസങ്കല്പങ്ങളെ അറിഞ്ഞുകൊണ്ട് ഇന്നത്തെ കാഴ്ച നാം പൂർത്തിയാക്കുകയാണ്. ലോകം മുഴുവനും സുപ്രസിദ്ധി നേടിയിട്ടുള്ള ഇവിടുത്തെ ചുവർ ചിത്രങ്ങൾ കാണുവാനും സൗഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആ കാഴ്ചകൾക്കായി കാത്തിരിക്കുക. നാളെ വീണ്ടും കാണാം. നല്ല ദിവസം നേരുന്നു. നമസ്കാരം.